മഴ ജോൺസൺ മാഷ് കട്ടൻ ചായ. സംഗതി അടിപൊളിയാണ്. മഴയത്തെടുത്ത ചിത്രങ്ങളും കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ മഴക്കാലം എന്ന് പറയുന്നത് ക്യാമറയെ സംബന്ധിച്ചും ലെൻസുകളെ സംബന്ധിച്ചും അത്ര നല്ല കാലമല്ല. ഈർപ്പം കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാമറയിലും ലെൻസിലും ഒക്കെ ഫംഗസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാമറയെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക? ഇതിനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ല ഡ്രൈ ക്യാബിനറ്റ് വാങ്ങുന്നതാണ്. ഇത് ജീനിയുടെ 50 ലിറ്റർ ഡ്രൈ ക്യാബിനറ്റ്. ഈ ഡ്രൈ ക്യാബിനറ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇതിനുള്ളിലുള്ള ഹ്യൂമിഡിറ്റിനെ കൺട്രോൾ ചെയ്യും. അതായത് ഫംഗസ് ഒന്നും വരാതെ നമ്മളെ ക്യാമറയെയും ലെൻസുകളെയും ഒക്കെ ഡ്രൈ ആയിട്ട് ഇത് കീപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ക്യാബിനറ്റ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 3 തട്ടുകളിലായിട്ട് നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും. ആദ്യം നമുക്ക് മേളത്തെ ഡ്രോയർ ഇങ്ങനെ വലിക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതിലെ സ്പോഞ്ച് കണ്ടോ, ഇത് ലെൻസുകൾ വെക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ലെൻസുകൾ എടുത്ത് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെൻസ് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ഉള്ളിലോട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത തട്ട് ഇതുപോലെ തന്നെ പുറകിലോട്ട് വലിക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അതിലോട്ട് ക്യാമറ വയ്ക്കാം. ഈ തട്ടുകളൊക്കെ തന്നെ നമുക്കിവിടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെയും ലെൻസിൻ്റെയും ഒക്കെ ഹൈറ്റിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇതിലുണ്ട്. ഓക്കെ, എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ കാണുന്നത് 72 ആണ്. അപ്പം നമ്മളിവിടെ സെറ്റിൻ്റെ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒരു 40ക്കും 50ക്കും ഇടയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 45 വെച്ചിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് ഇതിൽ വരിക 40 ആയിരിക്കും. ഇനിയിപ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റി ലെവലിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റായിട്ട് വരും. ഇനി ഇത് ആരും തുറന്ന് സാധനങ്ങളൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റിൻ്റെ ബട്ടൺ ഉണ്ട്. അപ്പം നമ്മൾ ഈ ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് തുറക്കാതെ തന്നെ എന്തൊക്കെയാണെന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഈ ലൈറ്റ് ഓൺ ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റിൻ്റെയും ക്യാമറകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള അളവിലുള്ള ഡ്രൈ ക്യാബിനറ്റ് വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് ഒരു ക്യാമറയും കുറച്ച് ലെൻസുകളേ ഉള്ളൂ എങ്കിൽ ഒരു 30 ലിറ്ററിൻ്റെ ഒക്കെ ഡ്രൈ ക്യാബിനറ്റ് ഓക്കെ ആയിരിക്കും. ഇനി കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഉള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം കൂട്ടാം. 50-ൻ്റെതുണ്ട്, 80-ൻ്റെതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, ഒരുപാട് ക്യാമറകളും ഒക്കെ ഉണ്ടെങ്കിൽ ജെനിയുടെ 100-ൻ്റെതും 300-ൻ്റെതും അതുപോലെ തന്നെ 580 ലിറ്ററിൻ്റെയും ഒക്കെ ക്യാബിനറ്റുകൾ അവൈലബിൾ ആണ്. ജീനിയുടെ ക്യാബിനറ്റുകൾക്ക് എസ്പെഷ്യലി അതിൻ്റെ കൺട്രോളറിന് 2 വർഷത്തെ വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ അതൊരു നല്ല ബൈ ആയിരിക്കും. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഈ ഡ്രൈ ക്യാബിനറ്റിനുള്ളിൽ കീപ്പ് ചെയ്യാം? തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറയും ലെൻസും വെക്കാൻ പറ്റും. ബാറ്ററി നമ്മൾ ഈ ക്യാബിനറ്റിനുള്ളിൽ വെക്കണമെന്നില്ല. അത് നമുക്ക് സേഫ് ആയിട്ട് മറ്റു സ്ഥലങ്ങളിൽ വെച്ചാലും അത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഫിലിമിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഫിലിം ഡ്രൈ ക്യാബിനറ്റിൽ വെക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടി കൂളായിട്ടുള്ള കണ്ടീഷനിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും. പൊതുവെ ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഫംഗസ് ഉള്ള ക്യാമറയോ ലെൻസോ ഈ ഡ്രൈ ക്യാബിനറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെ ഫംഗസ് പോകാറുണ്ടോ? ആക്ച്വലി നമുക്ക് ഓൾറെഡി ഫംഗസ് ഉള്ളതിനെ ഒഴിവാക്കാനോ ക്ലീൻ ചെയ്യാനോ വേണ്ടിയിട്ട് ഈ ക്യാബിനറ്റ് ഹെൽപ്പ് ചെയ്യില്ല. ക്യാമറേനോ അല്ലെങ്കിൽ ലെൻസിനോ ഫംഗസ് വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നിങ്ങൾക്കൊരു ഡ്രൈ ക്യാബിനറ്റിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയും ലെൻസുകളും ഒക്കെ വാങ്ങിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫർ ഒരു ക്യാമറയോടോ അവരുടെ എക്യുപ്മെൻറ്റിനോടോ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ ഒരു ഗാഡ്ജറ്റ് ആയിട്ട് നമ്മൾ വാങ്ങി വെക്കേണ്ട സാധനം എന്നുള്ളതല്ല. ഡ്രൈ ക്യാബിനറ്റ് ആക്ച്വലി ഒരു നെസസറി ഐറ്റം തന്നെയാണ്. നമ്മളെ നാട് എസ്പെഷ്യലി കേരളത്തിലൊക്കെ ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലമാണ്. അപ്പം എപ്പോഴും ഈവൻ വേനൽക്കാലത്താണെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി കൂടുതലുള്ളതും നന്നായിട്ട് വേർക്കുകയും അപ്പോൾ നമ്മുടെ ക്യാമറയൊക്കെ ഈർപ്പമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് വരുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ആനേനെ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് പക്ഷേ അതിനെ മേക്കുന്ന ഒരു തോട്ടി വാങ്ങാൻ കാശില്ല. 5000-നും 10,000-നും ഇടയിലുള്ള പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല ഡ്രൈ ക്യാബിനറ്റുകൾ ജീനിൻ്റെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു തവണ നല്ല ലെൻസിന് ഏതെങ്കിലും ഫംഗസ് വന്നിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് ചിലവാകുന്ന തുക തന്നെയാവുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ഡ്രൈ ക്യാബിനറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക ഫോട്ടോഗ്രാഫിയിൽ ഒരിക്കലും ഒരു നഷ്ടമായിരിക്കില്ല.